4 വയസ്സ് പ്രായമുള്ളതാണേ. ഭയങ്കര ക്ഷീണിതനായി. ഇനി എന്തെങ്കിലുമൊക്കെ ഫുഡ് ഇട്ട് കൊടുക്കണം. ഞാനോർത്ത് ഈ വർഷം ഇത് കായ്ക്കുകയില്ലായിരിക്കും, വെട്ടിക്കളയണമെന്ന്. പക്ഷെ നിറച്ചുണ്ടാവുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഇങ്ങനെ കായ്ക്കുമ്പോൾ വെട്ടിക്കളയാൻ തോന്നുന്നത്? 4 വയസ്സുണ്ട്. സാധാരണ ഇത് പോകേണ്ട സമയമായി. ഇലയെല്ലാം മുരടിച്ച് വന്നായിരുന്നു. 4 വർഷമായതാട്ടോ ഇത്. ഞാൻ ഇതിന് ഇട്ട് കൊടുക്കുന്നത് കരികല ചവറാണേ. വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ചവറും ഇട്ട് കൊടുക്കും. ചവറിട്ടിട്ട് മണ്ണ് വെട്ടി കൂട്ടി കൊടുക്കും. കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇഷ്ടംപോലെ കായ്ക്കും. ഞാനിത് പറിച്ചിട്ടുണ്ടല്ലോ, ഉണങ്ങി വെക്കുക, ഉണങ്ങി പൊടിച്ച് വെക്കും. അന്നേരം നമ്മുടെ മീൻ മറക്കുമ്പോഴോ ചിക്കൻ മറക്കുമ്പോഴൊക്കെ ചുമന്ന മുളക് ഉപയോഗിക്കണ്ട നമുക്ക്. ഇത് നമ്മുടെ മറ്റേ പച്ചക്കാന്താരിയില്ലേ, ആ കാന്താരിയെക്കാളും നിന്നങ്ങ് കായ്ച്ചോളൂ കേട്ടോ. ഞാനോർത്ത് ഇപ്രാവശ്യം ഇത് വെട്ടിക്കളയണമായിരിക്കുന്നേ. പക്ഷേ ഇത് കായ്ക്കും കേട്ടോ. ഈ പ്രാവശ്യമല്ല, കഴിഞ്ഞ വർഷം ഞാനിത് വെട്ടിക്കളയണമെന്ന് ഓർത്തു. ഇലയൊന്നും ഇല്ലാണ്ട്. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഇലയെല്ലാം പിന്നെയും തളിർത്ത് വന്ന് അതുപോലെ തന്നെ ഒരുപാട് കായ്ച്ചു. ഈ വർഷം ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ഇനി കായ്ക്കാൻ പോകുന്നില്ല, ഇതിനി വെട്ടിക്കളഞ്ഞിട്ട് പുതിയത് ഇത് വെട്ടിക്കളയാന്ന്. പക്ഷേ ഉണ്ടല്ലോ, അത് കണ്ടോ, അവന് ഒരു കുറവുമില്ല, നന്നായിട്ട് കായ്ക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ പച്ചക്കാന്താരി ആണെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ കായ്ച്ചെന്ന് വരില്ല. നല്ലൊരു പുതിയ തയ്യാട്ടോ, ഇത് പുതിയ തയ്യാട്ടോ. അത് പോകുന്നതിന് മുമ്പ് നമ്മൾ ഓരോ തൈയും ഓരോന്ന് പോകുന്നതിന് മുമ്പ് പിടിപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ സാധനം ഇല്ലാണ്ടായി പോകത്തില്ലേ. അതുകൊണ്ട് അതൊക്കെ പുതിയ മക്കളാണേ. എന്തായാലും നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. നമ്മൾ ഈ ആദ്യം ഉണ്ടാകുന്ന മുളകൊക്കെ മുളപ്പിച്ച് തൈയാക്കി നിർത്തണം കേട്ടോ. അതാണ് നല്ലത്. ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഉണ്ടല്ലോ നല്ല മിടുക്കന്മാരാ. ഒരു ചീനി പെടന്നു പോയി. ഇത് ഉപ്പിലിടാൻ നല്ലതാണ് കേട്ടോ. ഉപ്പിലിടാൻ നല്ലതാണ്. കൊണ്ടാട്ടം ഉണ്ടാക്കാനും നല്ലതാണ് കേട്ടോ. നല്ല മീഡിയം മൂപ്പ്, നല്ല നന്നായിട്ട് മൂക്കുന്നതിന് മുമ്പ് ഉപ്പിലിട്ടാൽ നല്ല രസമാണ്. ഇച്ചിരി വിനാഗിരിയും കൂടി ഇട്ട് ഒഴിച്ച് കഞ്ഞിക്ക് കൂട്ടാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനിയുണ്ട് പറിക്കാൻ, നാളെ പറിച്ചെടുക്കാം. മഴ വരുന്നു.